സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്ത് പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. പോറ്റിയെ കേറ്റിയെ പാരഡിയുമായി പ്രതിപക്ഷത്തിന്റെ ബാനർ. ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് വെക്കണം. സോണിയാഗാന്ധി പോറ്റി ബന്ധമുയർത്തി പ്രതിരോധിച്ച് പ്രതിപക്ഷം. സോണിയാഗാന്ധി 2 പ്രാവശ്യം ചെന്നംകൊട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുകളുണ്ട് സാർ. VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്ക് പുറത്തും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സ്വർണ്ണക്കൊള്ളയിൽ CPMനെ പ്രതിരോധത്തിലാക്കി കടകംപള്ളി സുരേന്ദ്രൻ. അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി കളങ്കിതനെ വിളിച്ച് വീട്ടിൽ കയറ്റില്ലെന്ന് കടകംപള്ളി. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല, അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അതെ, കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. മുൻ ദേവസ്വം മന്ത്രിയുടെ നീക്കം തനിക്കെതിരായ നീക്കത്തിന്റെ ശക്തി കുറയ്ക്കാൻ. കടകംപള്ളിയും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയ ഫോട്ടോയും പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിന്റെ ജാമ്യ ഹർജി തള്ളി സുപ്രീം കോടതി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യവുമായി കോടതി. തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത SIT. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുൻപ് BJPയുടെ മിഷൻ കേരള നീക്കം. സാബു ജേക്കബും 2020യും ഇനി NDAയിൽ. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. മുൻ MLA AV താമരാക്ഷനും BJPയിൽ. ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കുടുക്കിയെന്ന ആരോപണത്തിന് മറുപടിയുമായി ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടിയാണ് തന്റെ കുടുംബം തകർത്തതെന്ന് ഗണേഷ്. മക്കളുമായി വേർപിരിയാൻ കാരണവും ഉമ്മൻചാണ്ടി. ചാണ്ടി അധികം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഗണേഷിന്റെ മുന്നറിയിപ്പ്. ദീപക് അപമാനിച്ചെന്ന ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. ബസിനുള്ളിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമെന്നും റിമാൻഡ് റിപ്പോർട്ട്. ദീപകിനെതിരായ ആരോപണത്തിൽ ഉറച്ച് ഷിംജിത. ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ഇമെയിൽ വഴി പരാതി നൽകി ഷിംജിതയുടെ സഹോദരൻ. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് ഉദ്ധരിച്ച് വിധിന്യായം. തിരുവനന്തപുരം കമലേശ്വരത്തെ ആത്മഹത്യയിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. പിടിയിലായത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച്. ജീവനൊടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് സജിതയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ്. CPI വോട്ടുകൾ കിട്ടിയില്ലെന്ന് കേരള കോൺഗ്രസ് M. വിമർശനമുയർന്നത് കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ. CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല. ലത്തീൻ സഭാ നേതാക്കളെ കണ്ട് ജോസ് കെ മാണി.